ചട്ടം 118 അനുസരിച്ചുള്ള പ്രമേയമാണ്. ഗവൺമെൻറ് പ്രമേയം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങേക്ക് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. സർ, വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നീക്കം ദേശീയ പൗരത്വ രജിസ്റ്ററിൻ്റെ വളഞ്ഞ വഴിയിലൂടെയുള്ള നടപ്പാക്കലാണെന്ന ആശങ്ക വ്യാപകമാണ്. ബീഹാറിൽ നടന്ന SIR പ്രക്രിയ ഇത്തരം ആശങ്കകളെ ശരിവെക്കുന്നതുമാണ്. പുറന്തള്ളലിൻ്റെ രാഷ്ട്രീയമാണ് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കാണുന്നത്. വോട്ടർ പട്ടികയിൽ നിന്നും യുക്തിരഹിതമായ ഒഴിവാക്കലാണ് ബീഹാറിൽ നടന്നത്. അതേ രീതിയാണ് ദേശീയ അടിസ്ഥാനത്തിൽ ലക്ഷ്യമിടുന്നത് എന്ന സംശയവും രാജ്യവ്യാപകമായി നിലവിലുണ്ട്. ബീഹാർ SIR പ്രക്രിയയുടെ ഭരണഘടനാ സാധുത സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ കൂടി തിടുക്കപ്പെട്ട് ഇതേ പ്രക്രിയ കൊണ്ടുവരുന്നതിനെ നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. ദീർഘകാല തയ്യാറെടുപ്പും കൂടിയാലോചനയും ആവശ്യമായ SIR പോലുള്ള പ്രക്രിയ ഇത്തരത്തിൽ തിടുക്കത്തിൽ നടത്തുന്നത് ജനവിധി അട്ടിമറിക്കാനാണെന്ന ഭയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന് നിഴലിലാക്കിയിരിക്കുന്നു. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത് തന്നെ നടക്കാനിരിക്കുകയാണ്. അത് കഴിഞ്ഞാലുടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട് SIR നടത്തുന്നത് ദുരുദ്ദേശപരമാണ്. ഇതിനു മുൻപ് 2002 കേരളത്തിൽ വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന നടന്നത്. ഇപ്പോൾ പുനഃപരിശോധന നടത്തുന്നത് 2002 അടിസ്ഥാനമാക്കിയാണെന്നതും അശാസ്ത്രീയമാണ്. 1987 ശേഷം ജനിച്ചവർ അവരുടെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പൗരത്വ രേഖ കൂടി നൽകിയാലേ വോട്ടറാകൂ എന്ന SIRലെ നിബന്ധന നമ്മുടെ പ്രായപൂർത്തി വോട്ടവകാശത്തെ ഹനിക്കുന്ന തീരുമാനമാണ്. 2003 ശേഷം ജനിച്ചവർ പിതാവിൻ്റെയും മാതാവിൻ്റെയും പൗരത്വ രേഖകൾ സമർപ്പിച്ചാൽ മാത്രമേ വോട്ടറാവൂ എന്നും നിഷ്കർഷയുണ്ട്. രേഖകളില്ലാത്തതിൻ്റെ പേരിൽ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം 326 പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന സാർവത്രിക വോട്ടവകാശത്തിൻ്റെ പൂർണ്ണമായ ലംഘനമാണ്. സമൂഹത്തിലെ പാർശ്വവൽക്കൃത വിഭാഗങ്ങളിലുള്ളവരാണ് SIRലെ ഇത്തരം നിബന്ധനകൾ മൂലം വോട്ടവകാശത്തിൽ നിന്നും പുറത്താവുക എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധരുടെ പഠനങ്ങൾ കാണിക്കുന്നത്. ന്യൂനപക്ഷ സമുദായങ്ങൾ, സ്ത്രീകൾ, ദരിദ്ര കുടുംബങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇതിൽ ബഹുഭൂരിപക്ഷവും ഉൾപ്പെടുക. വോട്ടർ പട്ടികയിലുള്ള പ്രവാസി വോട്ടർമാരുടെ വോട്ടവകാശം തുടർന്നും നിലനിർത്തേണ്ടതുണ്ട്. പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തെ പൊടിതട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നവർ SIRനെ ഏതു വിധമാവും ഉപയോഗിക്കുക എന്നതും ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളിയാണ്. മൗലികാവകാശത്തെ ഹനിക്കുന്ന ഇത്തരം നടപടികളിൽ നിന്നും പിന്തിരിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായി വോട്ടർ പട്ടിക പുതുക്കൽ നടത്തണമെന്ന് ഈ നിയമസഭ ഏകകണ്ഠമായി ആവശ്യപ്പെടുന്നു. പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ്. ഇനി പറയുന്ന അംഗങ്ങൾക്ക് പ്രമേയത്തിൻ്റെ ഭേദഗതിയിൽ അവതരിപ്പിക്കാവുന്നതാണ്. ശ്രീ വി ലത്തീഫ്, ഏറ്റവും അനുയോജ്യമായ ഈ അവസരത്തിൽ ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കുകയാണ്. സർ, അതോടൊപ്പം ഈ പ്രമേയത്തിൻ്റെ 2ാമത്തെ പേജിൽ ഏത് വിധമാവും ഉപയോഗിക്കുക എന്നതും ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളിയാണ്, ആ വെല്ലുവിളിയാണ് എന്നതിന് ശേഷം ഒരു ഭേദഗതിയാണ് സർ ഞാൻ അവതരിപ്പിക്കുന്നത്. മൗലികാവകാശത്തെ ഹനിക്കുന്ന ഇത്തരം നടപടികളിൽ നിന്നും പിന്തിരിഞ്ഞതിന് ശേഷം SIR നടപടികളിൽ നിന്നും കേരളത്തെ മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ പൂർണ്ണമായും ഒഴിവാക്കണം എന്നുകൂടി കൂട്ടിച്ചേർക്കണം എന്നുള്ളതാണ് സർ ഈ എന്നതാണ് ഞാൻ അവതരിപ്പിക്കുന്ന. പിന്തിരിഞ്ഞ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായി വോട്ടർ പട്ടിക പുതുക്കൽ നടത്തണം എന്ന വാക്കുകൾ ഒഴിവാക്കി SIR നടപടിയിൽ നിന്നും കേരളത്തെ പൂർണ്ണമായും ഒഴിവാക്കണം എന്നാണ് ഞാൻ അവതരിപ്പിക്കുന്ന ഭേദഗതി. ശ്രീ എൻ ഷംസുദ്ദീൻ. സർ, ഈ പ്രമേയത്തെ അംഗീകരിക്കുകയാണ് സർ. ഈ പ്രമേയത്തിനെ കുറിച്ച് വ്യക്തതയും
അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ കൃത്യതയും ചില വശങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതിൻ്റെയും ആവശ്യകതയിലേക്കാണ് ചില ഭേദഗതികൾ സൂചിപ്പിക്കുന്നത് സാർ. പ്രമേയത്തിലെ 1-ാം ഖണ്ഡികയിൽ 1-ാമത്തെ വരിയിൽ വോട്ടർ പട്ടിക എന്നതിന് മുമ്പ് പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടർ പട്ടിക എന്ന് വരുമ്പോൾ ആ വോട്ടർ പട്ടികയെക്കുറിച്ചൊരു വ്യക്തത വരും. അതുപോലെ തന്നെ പ്രമേയത്തിലെ 1-ാം ഖണ്ഡികയിൽ 2-ാം വരിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ, വേറെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എന്നാക്കി ചേർക്കേണ്ടതാണ് സാർ. അതുപോലെ തന്നെ പ്രമേയത്തിലെ 1-ാമത്തെ ഖണ്ഡികയിലെ 3-ാമത്തെ വരിയിൽ വ്യാപകമാണ് എന്നതിന് ശേഷമുള്ള ഒഴിവാക്കി ഇനി പറയുന്നത് ചേർക്കണം. ബീഹാറിൽ നടന്ന SIR പ്രക്രിയയിൽ നിലവിലുള്ള വോട്ടർ പട്ടികയിൽ നിന്നും പുറന്തള്ളപ്പെട്ടത് 65 ലക്ഷത്തിൽ പരം വോട്ടർമാരാണെന്നുള്ളത് ജനാധിപത്യ വിശ്വാസികളുടെ ഇത്തരം ആശങ്കകളെ ശരിവെക്കുന്നതാണ്. അതിൻ്റെ ആ ഒരു ഭീകരത പ്രകടമാകാൻ ഈ 65 ലക്ഷം ആളുകൾ പുറത്തു പോയി എന്നുള്ളത് വരണം സാർ. സാർ, ഭേദഗതി 4 3-ാമത്തെ ഖണ്ഡികയിൽ 6-ാമത്തെ വരിയിൽ അതൊരു ടെക്നിക്കൽ മാത്രമാണ്. ജനവിധി എന്നതിന് പകരം ജനവിധികളെ, ഒരു സ്ഥലത്തല്ല വിവിധ സ്ഥലങ്ങളിലേതാണ്, അപ്പോൾ അത് പ്ലൂരലാണ്, ജനവിധികളെ എന്നാവുന്നതായിരിക്കും നല്ലത്. സാർ, ഭേദഗതി 5 3-ാമത്തെ ഖണ്ഡികയിൽ 6-ാമത്തെ വരിയിൽ ഭയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ നിഴലിലാക്കിയിരിക്കുന്നു എന്നത് ഒഴിവാക്കി പകരം ഭയം വളരെ ശക്തമാണ്, അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടതിന് ശേഷം യെസ് സർ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പൊ രാഹുൽ ഗാന്ധിയും മറ്റും പുറത്തു കൊണ്ടുവന്ന സംഗതി, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ് എന്ന് തന്നെ ചേർക്കണം സാർ. സാർ, ഭേദഗതി 6 3-ാമത്തെ ഖണ്ഡികയിലെ 8-ാമത്തെ വരിയിൽ നടക്കാനിരിക്കുകയാണ്. ഇവിടെയാണ് എനിക്ക് കൃത്യമായ ഒരു സംഗതി സൂചിപ്പിക്കാനുള്ളത് സാർ. എല്ലാം ഭേദഗതിയാണല്ലോ. അത് കഴിഞ്ഞാലുടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എന്നത് ഒഴിവാക്കി പകരം നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ആയതിന്റെ നടപടിക്രമങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ഈ സംസ്ഥാനത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ പോരാ, ഇവിടെ ഓൾറെഡി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു. അതൊരു നല്ല ലീഗൽ പോയിന്റാണ്. ഇവിടെ നടപടിക്രമങ്ങൾ തുടങ്ങി സർ. അപ്പോൾ അതുകൊണ്ട് അത് ഇങ്ങനെയാക്കി മാറ്റണം. വാർഡ് വിഭജനവും അതിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികകളുടെ ക്രമീകരണങ്ങളും മറ്റും നടന്നു വരികയും തെരഞ്ഞെടുപ്പ് അടുത്ത മാസങ്ങളിൽ നടക്കാനിരിക്കുകയുമാണ്. ഈ സാഹചര്യത്തിൽ ഇതേ സമയത്ത് തന്നെ SIR ഇത് വായിക്കാനെങ്കിലും അനുവദിക്കൂ സാർ. കൈൻഡ്ലി സീ ദ റൂൾസ് ഓഫ് പ്രൊസീജിയർ 124 15 മിനിറ്റ് വരെ പ്രസംഗിക്കാൻ പറയുന്നുണ്ട് വിത്ത് പെർമിഷൻ ഓഫ് സ്പീക്കർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതിന്റെ താല്പര്യം ഒന്ന് മനസ്സിലാക്കൂ സാർ. അപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികകളുടെ ക്രമീകരണം വരുന്ന SIR നടപടികൾ ആരംഭിക്കുന്നത് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്നതിനിടയാക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കേവലം 2 മാസക്കാലം, ജനുവരിയും ഫെബ്രുവരിയും കഴിഞ്ഞ് മാർച്ച് 10-നുള്ളിൽ നമ്മളെ നിയമസഭ പ്രഖ്യാപിക്കും. അപ്പോൾ 2 മാസക്കാലം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ളത് എന്ന് ചേർക്കണം. ആ സാഹചര്യത്തിൽ ഇവിടെ വേണ്ടെന്നാണ് പ്രമേയത്തിൻ്റെ ബാക്കിയിൽ പറയുന്നത്. അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ സർ. 7-ാമത്തെ ഭേദഗതി 4-ാമത്തെ ഖണ്ഡികയിൽ 5-ാമത്തെ വരിയിൽ നിഷ്കർഷയുണ്ട് എന്ന് പറയുന്നുണ്ട്. അവിടെ എന്താ വെച്ചാൽ ഇവിടെ കൃത്യമായി പ്രമേയത്തിൻ്റെ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ വോട്ടർ പട്ടിക പരിഷ്കരണം NPR നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററുമായി പൗരത്വ ഭേദഗതിയുമായി ബന്ധിപ്പിക്കുന്നു. അതിവിടെയാണ് സാർ ബന്ധിപ്പിക്കുന്നത്. ഇനി പറയുന്നത് ചേർക്കാമെന്ന് ഞാൻ പറയണമെന്ന് വെച്ചാൽ ഇത് വോട്ടർ പട്ടികയും പൗരത്വ നിയമവുമായി ബന്ധിപ്പിക്കുന്ന നിബന്ധനയാണ്. ആ നിബന്ധന എന്താണ്? 987 വരെ ഇന്ത്യയിൽ ജനിച്ചവരൊക്കെ ഇന്ത്യയിലെ പൗരന്മാരാണ്. 87-ലാണ് ഭേദഗതി വന്നത്. അച്ഛനോ അമ്മയോ രണ്ടാലൊരാൾ ഇന്ത്യക്കാരനായിരിക്കണം, ഇന്ത്യയിൽ ജനിച്ചവരായിരിക്കണം. 2003-ൽ വീണ്ടും ഭേദഗതി വന്നു പൗരത്വ നിയമത്തിൽ. എന്താ ഭേദഗതി? അച്ഛനും അമ്മയും, രണ്ടിലൊരാൾ പോരാ, രണ്ടാളും ഇന്ത്യയിൽ ജനിച്ചവരാണെങ്കിൽ അവരുടെ മക്കൾ ഇവിടെ ജനിച്ചാലേ പൗരത്വമുള്ളൂ. അപ്പോൾ ആ പൗരത്വ നിയമത്തിൽ ആ വകുപ്പുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ 87-ൻ്റെയും 2003-ൻ്റെയും കാര്യം എന്നുള്ളത് കൊണ്ട് അത് സ്പഷ്ടമായിട്ട് തന്നെ സാർ പറയണം. 4-ാമത്തെ ഖണ്ഡികയിൽ 10-ാമത്തെ വരിയിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ എന്നതിന് ശേഷം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്ന് വേണം. ബീഹാറിൽ ഏറ്റവും കൂടുതൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടു പോയത് മൈനോറിറ്റീസാണ്, മുസ്ലിംസാണ്. കൂട്ടത്തിൽ ദളിതരും പോയിട്ടുണ്ട്. ഈ ആദിവാസി സമൂഹം, വനങ്ങളിൽ താമസിക്കുന്നവർ, അതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്ന് ന്യൂനപക്ഷ സമുദായങ്ങൾ എന്ന് കഴിഞ്ഞതിന് ശേഷം ചേർക്കണം സാർ. എൻ്റെ ലാസ്റ്റ് ഭേദഗതി നമ്പർ 9 5-ാമത്തെ ഖണ്ഡികയിൽ 3-ാമത്തെ വരിയിൽ വെല്ലുവിളിയാണ് എന്നതിന് ശേഷമുള്ളവ ഒഴിവാക്കി ഇനി പറയുന്നത് ചേർക്കുക സാർ. ഇവിടെ ഇത് വളരെ പ്രസക്തമാണ്. വോട്ടർ പട്ടിക കൃത്യമായ ഇടവേളകളിൽ സുതാര്യമായി പുതുക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കേരളത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെയുള്ള അനധികൃത കുടിയേറ്റങ്ങൾക്ക് സാധ്യതയും ഇല്ലാത്തതിനാൽ ഈ സംസ്ഥാനത്ത് SIR അപ്രസക്തമാണ്
ഇവിടെ ഒരു SIR കാര്യമില്ല. ഇവിടെ ഏതെങ്കിലും അതിർത്തി രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കയറി താമസിക്കണില്ല. ഇവിടെ ദർ ഇസ് നോ മൈഗ്രേഷൻ. അങ്ങനെ ഒരു മൈഗ്രേഷൻ്റെ പ്രശ്നം വരുന്നില്ല. അപ്പോൾ വോട്ടർ പട്ടികയിൽ ഇങ്ങനെയുള്ള അനാവശ്യ കയറലൊന്നും ഉണ്ടാവില്ല. ഇവിടെ കൊല്ലത്തിൽ 4 തവണ ഇപ്പോൾ സുന്ദരമായിട്ട് BLOമാരും BLAമാരും ഒക്കെ ചേർന്നൊരു വോട്ടർ പട്ടിക പുതുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേൽ വിവരിച്ച സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഏതൊക്കെ സാഹചര്യങ്ങൾ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം, അത് കഴിഞ്ഞാൽ ഉടൻ നിയമസഭ, പിന്നെ ഇവിടെ വേറെ ഒരു വിധത്തിലുള്ള പിന്നെ കുടിയേറ്റങ്ങൾക്കും കടന്നുകയറ്റങ്ങൾക്കും ഒക്കെ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ SIR നടപ്പിലാക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രമേയം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സർ, ഈ പ്രമേയത്തിലെ 4ാമത്തെ ഖണ്ഡിക ഈ SIRുമായി ബന്ധപ്പെട്ട അനുബന്ധ രേഖകളുമായി ചേർന്ന് വരുന്നൊരു ഭാഗമാണ്. ഈ SIR ബീഹാറിൽ ആരംഭിച്ച സമയത്ത് ഈ 11 അനുബന്ധ രേഖകളാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ SIRുമായി ബന്ധപ്പെട്ട് അംഗീകരിച്ചത്. ബീഹാറുമായി ബന്ധപ്പെട്ടൊരു സുപ്രീം കോടതിയിൽ കേസുണ്ടായി. സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ വിധിയിൽ ആധാർ കൂടി അനുബന്ധ രേഖയായി ചേർത്തു. ഇപ്പോൾ നമുക്ക് പിന്നെ കേരളത്തിലേക്ക് SIR വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് തന്നിരിക്കുന്ന രേഖകളിൽ ഈ 12 രേഖകളാണുള്ളത്. 11 കഴിഞ്ഞ് 12ാമത് ആധാർ. പക്ഷേ സാർ, ഈ 12 രേഖയ്ക്കകത്ത് റേഷൻ കാർഡില്ല. റേഷൻ കാർഡ് പോലും അനുബന്ധ രേഖയായി സ്വീകരിക്കാതെയാണ് SIRന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുടെ കാര്യങ്ങൾ അവർ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ 4ാമത്തെ ഖണ്ഡികയിലെ വോട്ടറാവൂ എന്ന് നിഷ്കർഷയുണ്ട് എന്നതിന് ശേഷം വോട്ടറാകുന്നതിനായി സമർപ്പിക്കേണ്ട അനുബന്ധ രേഖകളിൽ റേഷൻ കാർഡ് പോലും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ചേർക്കണം എന്നതാണ് എൻ്റെ അമെൻമെന്റ്. യെസ്, താങ്ക് യു. ശ്രീ കുറുക്കോളി മൊയ്തീൻ. സർ, ഈ സഭയിലെ മുഴുവൻ അംഗങ്ങളുടെയും താല്പര്യം ഉൾക്കൊള്ളുന്ന ഒരു പ്രമേയമാണ് സഭാ നേതാവ് എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ബഹുമാന്യനായ മുഖ്യമന്ത്രി ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കാം. ഈ പ്രമേയത്തിന് കുറച്ചുകൂടി ഗൗരവവൽക്കരിക്കപ്പെടേണ്ടതുണ്ട്. അതിന് 3 ഭേദഗതികളാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. ഒന്ന്, പ്രമേയത്തിൻ്റെ 2ാം ഖണ്ഡികയിൽ പരാമർശിച്ചുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് യുക്തിരഹിതമായ ഒഴിവാക്കലാണ് ബീഹാറിൽ നടന്നത് എന്ന വരി വോട്ടർ പട്ടികയിൽ നിന്ന് യുക്തിരഹിതവും ജനാധിപത്യത്തെ ധ്വംസിക്കുന്നതും ആയ ഒഴിവാക്കലാണ് ബീഹാറിൽ നടന്നത് എന്ന ഒരു ഭേദഗതി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്, പ്രമേയത്തിൻ്റെ 4ാം ഖണ്ഡികയിൽ പരാമർശിച്ചുള്ള ന്യൂനപക്ഷ സമുദായങ്ങൾ, സ്ത്രീകൾ, ദരിദ്ര കുടുംബങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇതിൽ ഭൂരിപക്ഷവും ഉൾപ്പെടുക എന്ന വരിക്ക് പകരം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ, സ്ത്രീകൾ, ദരിദ്ര കുടുംബങ്ങൾ, വിദ്യാഭ്യാസത്തിനും ജോലിക്കും വേണ്ടി താൽക്കാലികമായി സംസ്ഥാനത്തിന് പുറത്തു പോയിട്ടുള്ള പൗരർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് പുറത്താകുന്നവരിൽ ഉൾപ്പെടുക ഭൂരിപക്ഷവും എന്ന് ചേർക്കേണ്ടതുണ്ട്. മൂന്നാമതായി, പ്രമേയത്തിൻ്റെ അവസാന ഖണ്ഡികയിൽ പരാമർശിച്ചിട്ടുള്ള മൗലികാവകാശത്തെ ഹനിക്കുന്ന ഇത്തരം നടപടികളിൽ നിന്ന് പിന്തിരിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായി വോട്ടർ പട്ടിക പുതുക്കൽ നടത്തണം എന്ന് ഈ നിയമസഭ ഐക്യകണ്ഠേന ആവശ്യപ്പെടുന്നു എന്ന വരി മൗലികാവകാശത്തെ ഹനിക്കുന്നതും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കുന്നതും ആയ ഇത്തരം നടപടികളിൽ നിന്ന് പിന്തിരിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായി വോട്ടർ പട്ടിക പുതുക്കൽ നടത്തണം എന്ന് ഈ നിയമസഭ ഐക്യകണ്ഠേന ആവശ്യപ്പെടുന്നു എന്ന് ഭേദഗതി ചെയ്യണമെന്ന് താല്പര്യപ്പെട്ടു. ശ്രീ ടി വി ഇബ്രാഹിം. സർ, വളരെ അനുയോജ്യമായ സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഈ പ്രമേയത്തെ ഈ സഭ ഒറ്റക്കെട്ടായി പിന്താങ്ങുകയാണ്. ഞാനും അതിൻ്റെ ഭാഗമെന്ന നിലയ്ക്ക് അതിശക്തമായി പിന്താങ്ങുന്നതോടൊപ്പം തന്നെ 3 ഭേദഗതികൾ സർ ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. സർ, കുറച്ചുകൂടെ സമഗ്രമാക്കപ്പെടണം ഈ പ്രമേയം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ 3 ഭേദഗതികൾ മുന്നോട്ട് വെക്കുന്നത്. അതിൽ 2ാമത്തെ ഖണ്ഡികയുടെ അവസാന ഭാഗത്ത് പല സംസ്ഥാനങ്ങളിലും ഇതിനകം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന കാര്യം ഇന്ന് രാജ്യവ്യാപകമായ ചർച്ചയ്ക്ക് കാരണമാവുകയും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതുമാണ് എന്നുള്ളതൊന്ന് കൂട്ടിച്ചേർക്കണം. അതിപ്പോൾ ഇന്ത്യയിലെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ബോധ്യമാകുന്നൊരു സംഗതിയാണ് സർ. അതോടൊപ്പം തന്നെ അതിലെ 2ാമത്തെ ഖണ്ഡികയിൽ സർ, ഇവിടെ മറ്റു മെമ്പർമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല സർ ഇതിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ളത്. ദലിതരും പിന്നോക്ക സമുദായങ്ങളൊക്കെ അതിനകത്ത് പുറന്തള്ളപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ന്യൂനപക്ഷ സമുദായങ്ങൾ എന്നതിന് പകരം ന്യൂനപക്ഷ പിന്നോക്ക സമുദായങ്ങൾ എന്നാക്കണം
എന്നാണ് സാർ എൻ്റെ രണ്ടാമത്തെ ഭേദഗതി. മൂന്നാമത്തെ ഭേദഗതി ഈ പ്രമേയത്തിൻ്റെ അവസാന ഭാഗത്ത് മൗലികാവകാശത്തെ ഹനിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇത്തരം നടപടികളിൽ അവിടെ നിന്ന് ഈ നിയമസഭ ഉത്കണ്ഠ രേഖപ്പെടുത്തുകയും ആവശ്യമായ സമയമെടുത്ത് പക്ഷപാതരഹിതവും സുതാര്യവുമായ വോട്ടർ പട്ടിക പുതുക്കൽ നടത്തണമെന്നും ഈ നിയമസഭ ഏകകണ്ഠമായി ആവശ്യപ്പെടുന്നു എന്നുള്ള മൂന്നാമത്തെ ഭേദഗതിയുമാണ് സാർ ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ഇത് അംഗീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ സിദ്ദിഖ്. പ്രമേയത്തെ അംഗീകരിക്കുകയാണ്. പ്രമേയത്തെ സ്ട്രെങ്തൻ ചെയ്യാനുള്ളതായ 3 ഭേദഗതികളാണ് അവതരിപ്പിക്കുന്നത് സർ. സർ, ഇതിൽ പ്രമേയത്തിൽ പറഞ്ഞൊരു ഭാഗം സർ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിൻ്റെ നിഴലിലാണെന്ന്. സർ, ഇവിടെ യഥാർത്ഥത്തിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ സംശയത്തിൻ്റെ നിഴലിലല്ല, വോട്ട് കൊള്ളക്കാരുടെ കൂടെയാണ്. സർ, അതുകൊണ്ട് പ്രമേയത്തിലെ 2ാം ഖണ്ഡികയുടെ അവസാന ഭാഗത്ത് താഴെ പറയുന്നതായിരിക്കുന്ന വാചകങ്ങൾ കൂടി കൂട്ടിച്ചേർക്കണം സർ. നിഷ്പക്ഷവും, അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, നിഷ്പക്ഷവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന പരമപ്രധാന ഭരണഘടനാ ധർമ്മം നിർവഹിക്കലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തം. എന്നാൽ യഥാർത്ഥ വോട്ടർമാരെ ഒഴിവാക്കിയും വ്യാജ വോട്ടുകൾ കൂട്ടിച്ചേർത്തും ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെയും വോട്ട് കൊള്ള നടത്തി ജനാധിപത്യത്തിന്റെ ജീവവായുവായ തെരഞ്ഞെടുപ്പിന്റെ സത്യസന്ധത തന്നെ ചോദ്യം ചെയ്യപ്പെട്ടത് നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലത്താണെന്നത് ഏറെ ഗൗരവതരമാണ്. ഈ വാചകം കൂട്ടിച്ചേർക്കണമെന്ന് പറയുന്നു. മറ്റൊരു അമെൻമെന്റ് സർ, നാലാമത്തെ പാരഗ്രാഫുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിൽ 1987 ശേഷം ജനിച്ചവർ, അതുപോലെ തന്നെ 2003 ശേഷം ജനിച്ചവർ, SIRന്റെ ഗൈഡ് ലൈനിൽ പറയുന്ന കാര്യമാണ്. അതിൽ 1987 എന്നുള്ളതും 2000 അതിന് ശേഷമാണ് 2003 വരുന്നത്. അപ്പം സ്വാഭാവികമായി 2003 എന്നുള്ളത് ഒഴിവാക്കാവുന്നതാണ്. സർ, 3ാമത്തെ അമെൻമെന്റ് പ്രമേയത്തിലെ 4ാം ഖണ്ഡികയിലെ 10ാമത്തെ വരിയിൽ ന്യൂനപക്ഷ ഒഴിവാക്കപ്പെടുന്നവർ സമുദായങ്ങളുടെയും ഗണങ്ങളുടെയും കാര്യം പറഞ്ഞപ്പോൾ അതിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ എന്നതിന് ശേഷം സർ, ഏറ്റവും പരമപ്രധാനമായ കാര്യം, ഞാൻ വയനാട്ടിൽ 18% ആദിവാസികളുണ്ട്. അവിടെ അവസാനിപ്പിച്ചു സർ, 18% ആദിവാസികൾ, അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ, ആധാർ ഇല്ലാത്തവർ, റേഷൻ കാർഡ് ഇല്ലാത്തവർ, അവർക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഇല്ലാത്തതായ നിരവധി ആളുകൾ, ഡ്രൈവ് വെച്ചിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ ഒരു പരിധിവരെ പോലും സാധിച്ചിട്ടില്ല സർ. സർ, അവരൊക്കെ ഒഴിവാക്കപ്പെടും. അതുകൊണ്ട് ന്യൂനപക്ഷ സമുദായങ്ങൾ എന്നതിന് ശേഷം പട്ടികജാതി പട്ടികവർഗങ്ങളും ദളിത് സമുദായം എന്നുള്ളതും കൂടെ കൂട്ടിച്ചേർക്കണം എന്നുള്ളത് അഭ്യർത്ഥിക്കുന്നു സർ. ശ്രീ നജീബ് കാന്തപുരം. ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരമൊരു പ്രമേയം നമ്മുടെ സഭ ഐകകണ്ഠ്യേന കൊണ്ടുവരുന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇതിൽ പ്രധാനമായും 5 നിർദ്ദേശങ്ങളാണ് എനിക്ക് സമർപ്പിക്കാനുള്ളത്. ഒന്നാമത്തേത്, പ്രമേയത്തിലെ ആദ്യ ഖണ്ഡികയിലെ വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നീക്കം ദേശീയ പൗരത്വ രജിസ്റ്ററിൻ്റെ വളഞ്ഞ വഴിയിലൂടെയുള്ള നടപ്പാക്കലാണെന്ന ആശങ്ക വ്യാപകമാണ് എന്നതിൽ ഘടനാപരമായിട്ടുള്ള ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ നന്നാവുമെന്നൊരു നിർദ്ദേശമാണ്. വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ആശങ്ക രാജ്യവ്യാപകമാണ് എന്ന് മാറ്റിച്ചേർക്കാൻ നിർദ്ദേശിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, പ്രമേയത്തിലെ 3ാം ഖണ്ഡികയിലെ 4ാമത്തെ വരിയിലെ ഇതേ പ്രക്രിയ കൊണ്ടുവരുന്നതിനെ നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല എന്നത് കുറച്ചുകൂടി സോഫ്റ്റായിട്ടാണ് നമ്മൾ പറയുന്നത്. അതിനു പകരം ഇതേ പ്രക്രിയ കൊണ്ടുവരുന്നതിനെ ഗൗരവമായി നോക്കിക്കാണുന്നത് എന്ന് ചേർക്കുന്നത് നന്നായിരിക്കും. 3, പ്രമേയത്തിലെ 3ാം ഖണ്ഡികയിലെ കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു തന്നെ നടക്കാനിരിക്കുകയാണ് എന്നതിന് പകരം കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള എന്ന് ചേർക്കുന്നത് നന്നാവും. 4ാമത്തെ വളരെ സവിശേഷമായ പ്രധാനമായിട്ടുള്ള ഒരു നിർദ്ദേശം, അംഗങ്ങളെല്ലാം സൂചിപ്പിച്ച പോലെ നമ്മുടെ പ്രമേയം ഒരു ഇൻക്ലൂസീവായി എല്ലാ വിഭാഗവും, മാർജിനലൈസ് ചെയ്യപ്പെട്ട എല്ലാ വിഭാഗത്തിൻ്റെയും ആവശ്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളണം എന്ന നിർബന്ധമുള്ളത് കൊണ്ട് തന്നെ പ്രമേയത്തിലെ 4ാം ഖണ്ഡികയിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ എന്നതിനോടൊപ്പം ദളിത് സമൂഹങ്ങൾ എന്നുകൂടി ചേർക്കേണ്ടതാണ്. 5, പ്രമേയത്തിലെ അവസാന ഖണ്ഡികയിലെ മൗലികാവകാശത്തെ ഹനിക്കുന്ന ഇത്തരം നടപടികളിൽ നിന്നും പിന്തിരിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായി
വോട്ടർ പട്ടിക പുതുക്കൽ നടത്തണം എന്ന് ഈ നിയമസഭ ഏകകണ്ഠമായി ആവശ്യപ്പെടുന്നു എന്നതിന് പകരം ഒരു പൗരൻ്റെ വോട്ടവകാശം എന്ന മൗലികാവകാശത്തെ ഹനിക്കുന്ന ഇത്തരം നടപടികളിൽ നിന്നും പിന്തിരിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായി വോട്ടർ പട്ടിക പുതുക്കണമെന്ന് ഈ നിയമസഭ ഏകകണ്ഠമായി ആവശ്യപ്പെടുന്നു എന്ന് ചേർക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സർ, ഈ പ്രമേയത്തെ ബഹുമാനരായ അംഗങ്ങളെല്ലാം അനുകൂലിച്ചു എന്നത് നല്ല കാര്യം തന്നെയാണ്. അതോടൊപ്പം പ്രമേയം ശക്തിപ്പെടുത്താനുള്ള അവരവരുടേതായ നിർദ്ദേശങ്ങളാണ് ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത്. സർ, അവയിൽ താഴെ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാമെന്നാണ് തോന്നുന്നത്. ഒന്ന്, ശ്രീ എൻ ഷംസുദ്ദീൻ നോട്ടീസ് നൽകിയ രണ്ടാമത്തെ ഭേദഗതി നിർദ്ദേശത്തിൽ പ്രമേയത്തിലെ 1-ാം ഖണ്ഡികയിൽ 2-ാം വരിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എന്നതിന് മുൻപ് കേന്ദ്ര എന്ന് ചേർക്കുക, ആ ഭേദഗതി നിർദ്ദേശം അംഗീകരിക്കാം. സർ, അതേപോലെ 8-ാമത്തെ ഭേദഗതി നിർദ്ദേശത്തിൽ 4-ാമത്തെ ഖണ്ഡികയിൽ 10-ാമത്തെ വരിയിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ എന്നതിന് ശേഷം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്ന് ചേർക്കാം, ആ ഭേദഗതി നിർദ്ദേശവും അംഗീകരിക്കാം. സർ, ബഹുമാനായ PC വിഷ്ണുനാഥ് പറഞ്ഞപ്പോൾ വോട്ടറാകുന്നതിന് സമർപ്പിക്കേണ്ട അനുബന്ധ രേഖകളിൽ റേഷൻ കാർഡ് പോലും ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ചേർക്കണം എന്ന ഭേദഗതി നിർദ്ദേശമാണ് അവതരിപ്പിച്ചത്. പ്രമേയത്തിൻ്റെ അവസാന ഭാഗത്ത് മൗലികാവകാശത്തെ ഹനിക്കുന്ന ഇത്തരം നടപടികളിൽ നിന്നും പിന്തിരിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായി വോട്ടർ പട്ടിക പുതുക്കൽ നടത്തണം എന്ന് പറഞ്ഞതിൽ മേൽപ്പറഞ്ഞ ഭേദഗതിയുടെ സ്പിരിറ്റ് അടക്കം ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകം പറയേണ്ട ആവശ്യകതയില്ല. മറ്റ് ഭേദഗതി നിർദ്ദേശങ്ങൾ പ്രമേയത്തിൻ്റെ അന്തസത്തയിൽ ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് ഈ നേരത്തെ നിർദ്ദേശിച്ച ഭേദഗതിയോടുകൂടി അംഗീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട അംഗങ്ങൾ അവതരിപ്പിച്ച ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? യെസ്. ഭേദഗതികൾ അനുകൂലിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിച്ച മറ്റ് ഭേദഗതികളെല്ലാം സഭ തള്ളിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം പാസ്സാക്കാമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ പ്രമേയം സഭ ഐക്യകണ്ഠേന പാസ്സാക്കിയിരിക്കുന്നു.